ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബിശ്രീ വ്ളോഗ്. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞാൻ നിങ്ങളെ ഒരു ചെറിയ യാത്ര കാണിക്കുകയാണ്. കുറച്ച് ദിവസത്തിന് ശേഷം ഞങ്ങൾക്ക് കുട്ടികളുടെ സ്കൂളിൽ പോകണമായിരുന്നു. അപ്പം ഞങ്ങളിപ്പോൾ പോകുന്നത് ഞാനും ചേട്ടനുമായിട്ടല്ല. ഞങ്ങളിപ്പം ഞങ്ങളുടെ ഇവിടുത്തെ സ്കൂൾ വാനിൽ ഞങ്ങളെല്ലാവരും എല്ലാ അമ്മമാരും കൂടെ മക്കളുടെ സ്കൂളിലോട്ട് പോവുകയാണ്. പാരൻസ് മീറ്റിംഗ് ഉണ്ട്, പിന്നെ അവിടെ ഒരു ചെറിയ എക്സിബിഷനും ഉണ്ട്. അതൊക്കെ ഒന്ന് കാണണം. അതെല്ലാം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ യാത്രയിൽ ഫുള്ളായിട്ട് ഞങ്ങൾ പോകുന്ന യാത്രകൾ കാഴ്ചകളും പിന്നെ അവിടെ സ്കൂളിൽ കണ്ട കാഴ്ചകളുമാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരാം. വണ്ടിക്കകത്ത് പിന്നെ വേറെ പറയത്തക്ക വിശേഷങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാനൊന്നും പറയാത്തത്. വാനിൻ്റെ അകത്ത് എല്ലാവരും അവരവരുടെ സീറ്റിലിരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് ദൂരം പോകേണ്ടതുണ്ടായിരുന്നത് കൊണ്ട് തന്നെ കുറച്ച് വീഡിയോസ് ഞാൻ അവിടെ വെച്ച് അങ്ങ് എടുത്തതാണ്. പിന്നെ ഞങ്ങൾ ഇത് എല്ലാം ഇത് പേരൻറ്റ്സ് മാത്രമേ ഉള്ളൂ. എല്ലാം കുട്ടികളുടെ അമ്മമാരാണ് കൂടുതലും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ചേർന്നിരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ സ്കൂളിൽ എത്തി. ഞങ്ങൾക്ക് പേരൻറ്റ്സ് മീറ്റിങ്ങിൻ്റെ ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാനുള്ള അലൗഡ് അല്ലായിരുന്നു ഫോൺ, അതുകൊണ്ട് എടുത്തിട്ടില്ല. ഇപ്പോൾ ഞാനാണെങ്കിൽ ഇത് എക്സിബിഷൻ ഹാളിൽ വന്ന ഫോട്ടോയാണ്. അപ്പോൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ അത് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെ മക്കളും ചെയ്ത പ്രോജക്റ്റുകളും വരച്ച ചിത്രങ്ങളും എല്ലാം ഇതിലുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും പോയിട്ട് ഞങ്ങളെ മക്കൾ ചെയ്തതും എല്ലാ മക്കളും ചെയ്തതൊക്കെ ഞങ്ങളിങ്ങനെ നോക്കി നോക്കി ഇരിക്കുകയാണ്. ഓരോന്നോരോന്നായിട്ട് നോക്കി കണ്ടായിരുന്നു. ഇതിൻ്റെ ചിത്രങ്ങൾ മാത്രമല്ല, വേറെ പ്രോജക്റ്റ് വർക്കായിട്ട് അവർ ഉണ്ടാക്കിയ കുറേ എക്സിബിഷൻ ഉണ്ടാക്കിയ കുറേ സാധനങ്ങൾ കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ട്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവരെ മെൻ്റൽ ഹെൽത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ഈ പ്രോജക്റ്റ് വർക്കിലൂടെയും അസൈൻമെൻറ്റിലൂടെയൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു എക്സിബിഷൻ കൂടെ ആയിരുന്നു. ഒരുപാട് എല്ലാ ക്ലാസ്സിലെ കുട്ടികളെയും കൊണ്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പം അങ്ങനെ ഞങ്ങളതെല്ലാം കണ്ടിട്ട് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന കുറച്ച് സാധനങ്ങൾ കൂടെ ഞാൻ വീഡിയോ എടുത്തായിരുന്നേ. അതിൻ്റെ വർക്കിംഗ് മോഡെല്ലാം ആ ടീച്ചേഴ്സ് ഇങ്ങനെ വിവരിച്ച് കൊടുക്കുകയാണ്. കുട്ടികൾക്കും പാരൻസിനും എല്ലാം അതിൻ്റെ വർക്കിംഗ് മോഡ്സ് എല്ലാം പറഞ്ഞു കൊടുക്കുന്ന വീഡിയോ ആണിത്. അപ്പോൾ അതും ഞാൻ കുറച്ച് വീഡിയോസായിട്ട് എടുത്ത് അത് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. പിന്നെ ഞങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ വരുന്ന വഴിക്ക് അവർക്ക് നമുക്ക് ക്ലാസ്സിലും പാരൻസ് മീറ്റിംഗ് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ കുറച്ച് ടീച്ചേഴ്സിനെയൊക്കെ കാണുമായിരുന്നു. ടീച്ചേഴ്സിനെയൊക്കെ കണ്ട് സംസാരിച്ചു. പിള്ളേരുടെ പഠന നിലവാരങ്ങളൊക്കെ അറിയണമായിരുന്നു. അപ്പോൾ അതെല്ലാം ഞങ്ങൾ അറിഞ്ഞിട്ട് അവരുടെ അടുത്ത് ഞങ്ങളുടെ സജഷൻസൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഞങ്ങളിവിടെ ചിലവഴിച്ചു. അതിന് ശേഷമാണ് ഞങ്ങൾ മടങ്ങിയത്. അപ്പോൾ മക്കളൊക്കെ അവരൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് നല്ല കഴിവുള്ള മക്കളാണ്. എല്ലാ മക്കളും നല്ല കഴിവോടുകൂടി ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും വെച്ചിരിക്കുന്നതൊക്കെ കണ്ടപ്പോഴേക്കും നമുക്ക് നല്ല സന്തോഷമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. കണ്ടപ്പോൾ നല്ലൊരു സന്തോഷം തോന്നി. ചിത്രങ്ങളായിരുന്നാലും ചെയ്തു വെച്ചിരിക്കുന്ന പ്രൊജക്റ്റ് വർക്കുകളായിരുന്നാലും എല്ലാം നല്ല ഒരു മനസ്സിന് സന്തോഷം തരുന്ന കാഴ്ചകളായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ എല്ലാ മക്കളും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. ഒരു ക്ലാസ് വിടാതെ എല്ലാ മക്കളും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൂട്ടുകാർ ഞങ്ങൾ അവിടെ എക്സിബിഷനൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങ് മടങ്ങിയായിരുന്നേ. അപ്പം വേറെ പറയത്തക്ക വിശേഷങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. പോയ കാഴ്ചകളും വന്ന കാഴ്ചകളും പിന്നെ സ്കൂളിൽ കണ്ട എക്സിബിഷൻ്റെ കാര്യങ്ങളുമാണ് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ച് കാണിച്ചത്. അപ്പോൾ വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ആദ്യം മുതൽ അവസാനം വരെ കാണണം. കമൻസൊക്കെ എന്നെ അറിയിക്കണം.
നിങ്ങളെല്ലാവരും കണ്ട സ്ഥലങ്ങൾ തന്നെയാണ് ഇതെല്ലാം. ഞാനെൻ്റെ പല വീഡിയോസിലും ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. കാര്യം ഞാൻ കൂടുതലായിട്ട് വീട്ടിൽ നിന്ന് പോകുന്നെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനായിട്ട് മാർക്കറ്റിൽ പോവും. അതല്ലെങ്കിൽ മക്കളുടെ സ്കൂളിൽ പാരൻറ്റ്സ് മീറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും മീറ്റിങ്ങുകൾ വെച്ച് ഞങ്ങൾ അവിടെ പോവും. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് എപ്പോഴും യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ എൻ്റെ ഒട്ടുമിക്ക വീഡിയോയിൽ എല്ലാത്തിലും ഈ സ്ഥലങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടാവും. അപ്പം ഇതൊരു പവർ പ്ലാന്റാണ്. ഗംഗാ നദിയിലെ ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പവർ പ്ലാന്റാണിത്. ഇത് മക്കളുടെ സ്കൂളിൻ്റെ അടുത്താണ്. അപ്പോൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ സ്കൂളിൻ്റെ അടുത്തുണ്ടായിട്ടുള്ള ഒരു നമ്മുടെ നിലച്ചരിവിനെ പറ്റിയിട്ട് ഉള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയത് ഞാൻ ഈ വഴിയിൽ കൂടെയാണ് പോയത്. അപ്പോൾ ആ സമയത്തുണ്ട വീഡിയോയിലെല്ലാം ഈ സ്ഥലങ്ങൾ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇത് ആ റൂട്ടാണിത്. അപ്പം ആ സമയത്ത് വേറെ ഒരു വഴിയിൽ കൂടെയാണ് പിള്ളേർ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഇവിടുത്തെ റോഡ് ക്ലിയർ ആക്കിയത് കൊണ്ട് ഇപ്പം ഇങ്ങോട്ടുള്ള ഗതാഗത മാർഗ്ഗമൊക്കെ നല്ലതായിട്ട് നടത്താൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാ വാഹനങ്ങളും ഇതിലേ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാം കഴിഞ്ഞു, മീറ്റിങ്ങും എല്ലാം കഴിഞ്ഞു വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മക്കൾക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ സ്കൂളിലോട്ട് പോകാനായിട്ട് ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട്. അവർക്ക് 7 മണിക്ക് വാൻ വന്നാൽ അവർ അവിടെ സ്കൂളിലൊക്കെ എത്തുമ്പം ഒരു 8 മണിക്കടുത്തൊക്കെ ആവും. ഒരു 7:45, 8-നടുത്താവും. അപ്പോൾ കുറച്ച് ദൂരമുണ്ട്. അപ്പം അവർ വന്നിട്ട് അവർക്ക് അത്രയും ക്ഷീണവും കാണും. അവർ യാത്ര ചെയ്തിട്ട് വരുന്ന സമയത്ത് നല്ല ക്ഷീണവും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് ദൂരത്തിലാണ് KV ഇത് ചെയ്യുന്നത്. അപ്പം അതുപോലെ എല്ലാ മക്കളും അങ്ങനെയാണ്. എല്ലാവരും നമുക്ക് ഈ ഒരു KVയിൽ പഠിക്കുന്ന മക്കൾക്കെല്ലാം ഈ ഒരു വഴി കൂടെ പോകാൻ പറ്റുള്ളൂ. അതിൻ്റെ അടുത്തൊരു വേറെ സ്കൂളുകളൊക്കെ ഉണ്ട്. ഒരുപാട് സ്കൂളുണ്ട്. എന്നാലും നമ്മൾ ഇവരെ ചേർത്തേക്കുന്നത് KV സ്കൂളിലായത് കൊണ്ട് തന്നെ ഈ വഴിയാണ് അവർ യാത്ര ചെയ്യുന്നത്. പിന്നെ ഒരുപാട് ഹോം സ്റ്റേകളും ഹോട്ടലുകളും വീടുകളും എല്ലാം ഉണ്ട്. നമുക്കിപ്പോൾ ഒരു ഹോസ്പിറ്റലിലൊക്കെ വരണമെങ്കിൽ നമ്മൾ ഈ സിറ്റിയിൽ വന്നാലേ പറ്റുള്ളൂ. ഇതിൻ്റെ പേര് ഉത്തരകാശി എന്നാണ്. ഉത്തരകാശി എന്ന് പറയുന്ന ഒരു സിറ്റിയാണിത്. ഇവിടെയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലും മാർക്കറ്റും എന്തെങ്കിലും സാധനം മാളും ഒക്കെ ഇരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇതൊരു പാലമാണ്. ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെയാണ് നമുക്ക് അപ്പുറത്തോട്ട് പോകേണ്ടത്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മളിവിടുത്തെ ഒരുപാട് നല്ല മഴ പെയ്യുമ്പോഴാണ് ഇത്രമാത്രം വെള്ളം നദിയിൽ നിറഞ്ഞ് കാണുന്നത്. അല്ലെങ്കിൽ നമുക്കിതിനകത്തുള്ള പാറകളെല്ലാം കാണാൻ പറ്റും. ചെറിയ ചെറിയ കൊച്ചു കൊച്ചു പാറകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. കുഞ്ഞു കുഞ്ഞു പാറ കഷ്ണങ്ങളും ഉരുണ്ട പാറകളാണ് എല്ലാം ഉണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് കുറച്ച് വെള്ളം കുറഞ്ഞ സമയത്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇപ്പം നന്നായിട്ട് മഴ പെയ്ത് ഒരുപാട് സ്ഥലത്ത് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നദി നല്ല നിറഞ്ഞൊഴുകുകയാണ്.
അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്ന ആ വഴിയിലുള്ള ഒരു ടണലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ ടണൽ. ഈ ടണലിൽ കൂടെ മാത്രമേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ക്രോസ് ചെയ്ത് മാത്രമേ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുകയുള്ളൂ. ഈ ടണലിൻ്റെ അപ്പുറത്തെ വശത്താണ് നമ്മുടെ പച്ചക്കറി കടയും അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്ന കടകളൊക്കെ അതിൻ്റെ അപ്പുറത്തെ സൈഡാണ്. പക്ഷേ ഞങ്ങൾ ഇപ്പം ഈ സ്കൂളിലോ മാളിലോ ഒക്കെ പോകണമെങ്കിൽ നമുക്ക് ഈ ടണൽ കടന്ന് മാത്രമേ പോകാൻ പറ്റുള്ളൂ. നമ്മൾ വീട്ടിലോട്ടൊക്കെയുള്ള യാത്രയ്ക്ക് പോകുമ്പോഴേക്ക് നമുക്ക് ഈ ടണൽ കടന്ന് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു ടണലാണിത്. ഇത് ഞാൻ ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ ഞാനിത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൂട്ടുകാരെ, ഞാനിത് വീഡിയോസൊക്കെ എടുത്ത് വെച്ചതിന് ശേഷമാണ് വോയിസ് ഓവർ കൊടുത്തത്. അപ്പോൾ എൻ്റെ മക്കളൊക്കെ ഇടയ്ക്കൊക്കെ കിടന്ന് ബഹളം വയ്ക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാം. എല്ലാവരും അതൊന്ന് ക്ഷമിക്കണം. ഇവിടെ എനിക്ക് എപ്പോഴും അങ്ങനെ സൈലൻ്റ് ആയിട്ടിരുന്ന് എനിക്ക് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യാനോ ഒന്നും വോയിസ് ഓവർ കൊടുക്കാനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യമാണ്. കാര്യം ഞങ്ങളുടെ വീട് അടുത്തടുത്ത് ഒരുപാട് വീടുകളുള്ളത് കൊണ്ട്, കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട്, പിന്നെ പട്ടിയൊക്കെ ഉള്ളതുകൊണ്ടും ഭയങ്കര ഡിസ്റ്റർബാണ്. പിന്നെ എപ്പോഴും വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സൗണ്ടും ഒക്കെയാണ്. അപ്പം അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു സൈലൻ്റ് ആയിട്ടുള്ള സമയത്താണ് ഞാൻ ഈ വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ കൊടുത്തതാണ്. എൻ്റെ ഈ വീഡിയോയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ മിസ്റ്റേക്കുകളും എല്ലാവരും ക്ഷമിക്കണം. എന്നെ ഇതുവരേക്ക് സപ്പോർട്ട് ചെയ്തതുപോലെ ഇനിയും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോസൊക്കെ കാണണം. പിന്നെ പ്രധാനമായിട്ട് ഞാൻ നിങ്ങളോടൊന്ന് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ ഉത്തരാഖണ്ഡിനെ പറ്റിയുള്ള വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയിട്ട് ഒരു 8 മാസമേ ആയിട്ടുള്ളൂ. ഞങ്ങൾ ഇവിടുന്ന് പോവാൻ സമയമായി. അപ്പോൾ ഞങ്ങൾ ഇനി ഒരു 2 മാസം കൂടെ ഇവിടെ കാണുകയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അതുവരേക്കും ഞാൻ കാണുന്നതെല്ലാം വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ. ഇത് എന്തോ പറയാൻ ഒരു ഭാഗ്യം കൊണ്ട് വന്നുപെട്ട ഒരു സ്ഥലമാണ്. പ്രകൃതി ഭംഗിയാണ് ഏറ്റവും കൂടുതൽ. പക്ഷേ ഇവിടെയുള്ള ഭൂകമ്പങ്ങളും ഭൂചലനങ്ങളും കാണുമ്പോൾ കുറച്ച് പേടിയുണ്ട്. എന്നാലും നിങ്ങളെ ഇത്രയും കുറച്ച് വീഡിയോ ചെയ്ത് നിങ്ങളെ ഉത്തരാഖണ്ഡിനെ കാണിക്കാൻ പറ്റിയത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇനി ഇതുവരേക്കും എന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. ഇനി ഞാൻ നാട്ടിൽ പോയാൽ എൻ്റെ നാട്ടിലത്തെ വിശേഷങ്ങളും അവിടുത്തെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡിനെ പറ്റി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യണം. മെസ്സേജ് ചെയ്താൽ ഞാൻ കൂടുതൽ വീഡിയോസ് കളക്ട് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വേറെ ഒന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. ഞാൻ റിപ്പീറ്റായിട്ട് ഉത്തരാഖണ്ഡിനെ പറ്റി ഇവിടെയുള്ള ഗംഗാ നദിയെ പറ്റിയൊക്കെ വീഡിയോ ചെയ്യുകയും ഷോർട്സ് ഇടുകയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട്, ഒരേ സ്ഥലം പല പ്രാവശ്യം കാണിക്കുന്നുണ്ടെന്നുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു. നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല. നമുക്ക് നാട്ടിലാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളും ഒരുപാട് കാര്യങ്ങളും കാണും മറ്റുള്ളവരെ അറിയിക്കാൻ. പക്ഷേ എനിക്ക് ഇവിടെ ഈ ചുരുങ്ങിയ കാലത്തിൽ ഞാനിവിടെ ഒരു വർഷമേ ഇരുന്നിട്ടുള്ളൂ. അപ്പം ഇത്രയും ഇരുന്നിട്ടുള്ളതിൽ വെച്ചിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസാണ് ഞാനത് ഷെയർ ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്, കൂടുതലായിട്ട് നമുക്ക് പോയി കാണാൻ പറ്റിയ സ്ഥലങ്ങളൊന്നും ഇല്ല ഇവിടെ. നമുക്കിപ്പോൾ പിള്ളേരെ കൊണ്ട് പോയി കാണാൻ പറ്റുന്നതോ നമുക്ക് വീഡിയോ ആക്കി എടുത്തിടാൻ പറ്റിയ സ്ഥലങ്ങളോ ഒന്നും ഇല്ല. ആകപ്പാടെ ഉള്ളത് ഇവിടുത്തെ ഈ പ്രകൃതി രമണീയമായിട്ടുള്ള ഈ മൗണ്ടനും നമ്മുടെ ഇവിടെയുള്ള നദിയും ഹിൽസും ഒക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് ഞാനത് വീഡിയോ ആക്കി ഇടുന്നത്. അപ്പോൾ ആർക്കെങ്കിലും അത് ബോറായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഇനിയുള്ള വീഡിയോസെല്ലാം ഞാൻ നല്ല രീതിയിൽ ഇടാൻ ശ്രമിക്കാം. വേറെ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ആദ്യം മുതൽ അവസാനം വരെ കണ്ടെന്നെ സപ്പോർട്ട് ചെയ്തവർക്കെല്ലാം താങ്ക്സ്. എനിക്ക് ഇനിയും മെസ്സേജ് ചെയ്യണം. എൻ്റെ എല്ലാ പോരായ്മകളും മാറ്റി നല്ല രീതിയിൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കണം. എൻ്റെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ വീണ്ടും വേറൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം. എല്ലാവരും എന്നെ ഇതുവരേക്ക് സപ്പോർട്ട് ചെയ്തതുപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ എൻ്റെ വീഡിയോ ഇവിടെ തീരുകയാണ്. കുറച്ച് സമയം കൊണ്ട് മാത്രം എടുത്ത ചെറിയ വീഡിയോ ആണിത്. കൂടുതൽ സ്ഥലങ്ങളിൽ ഇറങ്ങിപ്പോയി കാണാൻ പറ്റാത്തത് കൊണ്ടാണ് റിപ്പീറ്റഡായിട്ട്
യാത്ര മാത്രം കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ നിങ്ങളെ ഒന്നുകൂടെ കാണിക്കാമെന്ന് വെച്ചു. ഇത് നമ്മുടെ ഉത്തരാഖണ്ഡിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ചിത്രങ്ങളാണ്. അവിടെ അവർ വരച്ച് വെച്ചിട്ടുള്ള കുറച്ച് ചിത്രങ്ങളാണ് ചുവരുകളിൽ അവർ വരച്ച് വെച്ചിട്ടുള്ളത്. അത് ഇതുപോലെ ടണൽ പോലെ കെട്ടിയിട്ടിട്ടുണ്ട്. അതിന് ഒരു സൈഡ് മാത്രമേ ക്ലോസ്ഡ് ആയിട്ടുള്ള, ഒരു സൈഡ് ഓപ്പൺ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ചുമർ ഭാഗത്തെല്ലാം അവർ ചുമരിലെല്ലാം ഒരുപാട് ചിത്രങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട്. പെയിൻറ്റിങ്സ് ആണ് എല്ലാം. അപ്പോൾ അതിവിടെ ഉത്തരാഖണ്ഡ് ട്രഡീഷണൽ ആയിട്ടുള്ള ഓരോരോ കാര്യങ്ങളും ടെമ്പിൾസും അവരുടെ കൾച്ചറും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പെയിൻറ്റിങ്ങിലൂടെ വരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ യാത്രക്കാർക്ക് അത് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നല്ല ഈസി ആയിരിക്കും. ഇത് അവരുടെ പെയിൻറ്റിങ്സ് ആണ് ഇവിടെ ഉള്ള. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ എൻ്റെ യാത്രയും എൻ്റെ വിശേഷങ്ങളെല്ലാം. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി എന്നെ സപ്പോർട്ട് ചെയ്യണം, ഇനി എൻ്റെ വീഡിയോസിലെല്ലാം കമൻറ്റ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.